വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ಇಂದು ನಿങ്ങളുടെ ಮುಂದೆ ಪಲಕ ಬರೆಯುವ ಸೆಲೆಕ್ಟ್ ಹಾಕಿನ್ಕತ್ತ ವಿಷಯ ನಿಮ್ಗೆಲ್ಲರಿಗೂ ಗೊತ್ತುಂಡು. ಇಂದು ಸೋಷಿಯಲ್ ಮೀಡಿಯಲ್ಲಿ ಭಾರಿ വേഗത്തിൽ ഷെയറായി കൊണ്ടുള്ള ഒരു വിഷയമായിട്ടിക്കട് ഇന്നലെ കൃഷ്ണാപുര ചൊല്ലറായത്തിൽ നടന്നനക്കത്തെ ഒരു വലിയൊരു ദുർഘടന. ഒരു ഉസ്താദ് ശിഷ്യ, അതായത് മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അടിച്ചതിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥിയുടെ പോഷകന്മാർ പേരൻസ്മാർ വന്നിട്ട് ഈ ഉസ്താദിനെ അടിക്കത്തെ ഒരു വിഷയ. ഉസ്താദിനെ ജോറാക്കിയ വിഷയമല്ല ചൊല്ലോ, ഉസ്താദിനെതിരെ ജോർ മുണ്ടിയതല്ല ചൊല്ലോ, അല്ലെങ്കിൽ ഉസ്താദെ നിങ്ങൾ എൻ്റെ മോൻ കടിച്ച് ഞാൻ എൻ്റെ മോൻ്റെ എനിക്ക് കൂട്ടിയാൻ പോകണ്ടേ മദ്രസ കടത്തില്ല എന്ന് ചൊന്ന വിഷയമല്ല ചൊല്ലോ. മക്ക കടിக்கிற പോലെ ഒരു ഉസ്താദിനെതിരെ ഒരു നാണം മാനം മര്യാദ ഒരു അംശ പോലും ഇല്ലാത്ത ഒരു ആള് ഉസ്താദ് കടിച്ചണിക്കത്ത ഒരു വിഷയ. എത്ര ഒരു നാശമായിട്ട് പിരസത്ത മുഅ്മിനീങ്ങളെ, എൻ്റെ ഈ ഉമ്മത്ത് ഇനിയും പഠിക്കുക ടൈമായിട്ടില്ലേ, എൻ്റെ ഈ ഉമ്മത്ത് ഇനിയും വിഷയം പഠിക്കില്ല, ഭാരി ഒരു ഖേദകര വിഷയമായിട്ട് പിരസത്ത മുഅ്മിനീങ്ങളെ. ഒരു ഉസ്താദ് മക്ക കടിக்கிறேன்னு சொல்றது അതൊരു പുതിയ വിഷയം എന്തോ അല്ല. ഈ പലക്ക് പറ നാനും നൻ്റെ ഉസ്താദിട്ട് അടി തിന്തവനായിട്ടിക്കടെ നൻ്റെ മുട്ട പഠിக்கிற മക്കൾക്ക് നാണും അടിച്ചോണ്ടുള്ള അടിக்கிறേണ്ടുള്ളത് അത് എന്തൊരു അത് രോഗമല്ല, അതൊരു ഹട്ട അല്ല. മക്ക എന്തെങ്കിലും ഒരു രൂപത്തിൽ പാർച്ച ഉള്ള മക്കായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അനുസരണ കേട് കാട്ടിയെങ്കിൽ ചൊന്ന പോലെ കേട്ടില്ലെങ്കിൽ പഠിക്കണായത് പഠിച്ചില്ലെങ്കിൽ ആ മക്കട്ടുള്ള പിരിസത്തിൽ ഉസ്താദ്മാരൊന്നും ഈ ഓൻ്റെ ഈ തപ്പരെ തൊട്ടൊന്നും തിദ്ദുപടി ആക്കുക ഒരു പേടിയിട്ട് കൊടുക്കുവാനായിട്ടായിട്ട് അടിക്കരുത്. അതൊരു വലിയൊരു വിഷയം ആക്കിയിട്ട് ഉസ്താദിനെതിരെ വന്നിട്ട് അടിക്കരുത് ചെന്നെങ്കിൽ എവിടെ എത്തിപ്പോയിട്ട് കാലാ ഈ അടിച്ചാൾട്ടെ നാ കേൾക്കുന്നത്. നിന്റെ മോനുക്ക് ഇൽമ കിട്ടണോ ചെന്നിട്ട് ഒരു തെല്ല് പോലും നിനക്ക് ബിയാറ ഇല്ലേ, നിന്റെ മനുഷ്യാണ്ട് വിളിക്കുമെന്ന കാര്യമുണ്ടില്ല. ഒരു നക്കല്ല ആ നക്കടിച്ചതൊരു വിഷയമല്ല ചൊല്ലത്. സാക്ഷാൽ ആ ഏത് ഉസ്താദ് കടിച്ചാൽ ആ ഉസ്താദ് ആരും നക്ക് കൊന്നില്ല, ആ ഉസ്താദിനെ മുട്ടണ മുണ്ടിട്ടില്ല, ആ ഉസ്താദിന്റെ ಬಗ್ಗೆ നക്ക് എന്ത് കൊന്തി. ഒരു ഉസ്താദിട്ടുള്ള ഒരു ടോപ്പിക് വെച്ചിട്ട് അടിക്കണം നാ പലക്കെ പറഞ്ഞോണ്ടല്ലേ. ഇനിയും ഈ ഉമ്മത്ത് പഠിച്ചില്ലെങ്കിൽ ഇനി എപ്പോൾ പഠിക്കരുത്? നാശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടുണ്ടോ? ഭയങ്കരമായ ഒരു എല്ലാ രൂപത്തിലും വിപത്തുകൾ വന്നുകൊണ്ടുണ്ടോ? ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യന്മാർ ആക്കിക്കൂട്ടിയ ഓരോ പോക്രിത്തരങ്ങളുണ്ട്. അത് കാരണത്താലായിട്ട് കടലിലും കരലിലും ഇത്തരത്തിലുള്ള ഫസാദ് യാറായി പോയത് ചെന്നിട്ട് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നോണ്ടുണ്ടല്ലേ. പിരിസത്ത് മുഅ്മിനീങ്ങളെ, ഞാൻ പലക്ക് പറഞ്ഞത് ഒരു ഉസ്താദ് ഒരു മോനുക്ക് ഒരു ശിഷ്യ കടിக்கிறേണ്ടുള്ളത് അത് സർവേ സാമാന്യമായിട്ടിക്കട് പഠിക്കാത്തതിന്റെ പേരിൽ അടിക്കൂ, കുരുത്തക്കേട് കാട്ടിയതിന്റെ പേരിൽ അടിക്കൂ, ಏನೊರು ಮಕ್ಕಳ ಗಲಾಟಾಕಿಯದ್ರ പേരിൽ അടിക്കൂ, ഇത്തരം മക്കളെ പഠിക്കോ വിടാത്തതിന്റെ പേരിൽ അടിക്കൂ, എന്തെങ്കിലും ചൊന്ന് ഹോംവർക്ക് ആക്കാത്തതിന്റെ പേരിൽ അടിക്കൂ, പല രൂപത്തിലും അടിക്കൂ. അടിക്കുന്നത് ഒരു വലിയ തപ്പായിട്ട് എന്തൊക്കെ നിങ്ങൾ കാണണോ? ഞങ്ങളെ മക്കൾ നല്ലാവണോ, ഞങ്ങളെ മക്കൾ ഖുർആൻ പഠിക്കണോ, ഞങ്ങളെ മക്കൾ ദീന് പഠിക്കണോ വെച്ചിട്ട് ഉദ്ദേശത്തിലല്ലേ ഞങ്ങളെ മക്കളെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ മദ്രസ കിട്ടുന്നത്. സ്കൂൾ രജ കിട്ടുന്ന ഒരു ടൈമുണ്ട്, ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു ടൈമുള്ളൂ. നിങ്ങൾ നോക്കൂ, ചമ്മ ഉമ്മമാർ ബാപ്പന്മാർ അങ്ങനെ മക്കളെ വിഷയത്തിൽ ചൊല്ലിട്ട ഒരു ടൈമായിട്ട് ആ സ്കൂൾ രജ കിട്ടുന്ന ടൈം എപ്പർക്ക് സ്കൂൾ തുടങ്ങുന്ന പഠിച്ചോനെ ഈ മക്കളെ സതിക്കുകയോണ്ടില്ല ചെന്നിട്ടു. ആര് മക്ക സ്വന്ത ഗർഭപാത്രത്തിൽ ഒലിമ്പ തിങ്കൾ വെച്ച് നടന്നിട്ട് എല്ലാ കഷ്ടങ്ങളും മറന്നിട്ട് എല്ലാ ബുദ്ധിമുട്ടും സഹിച്ചിട്ട് പെത്തിട്ട് എല്ലാം മീരിത്ത് കൊടുത്തു വളർത്തിയെടുത്ത ഈ മക്കളെ വിഷയത്തിൽ ഒരു ഉമ്മ ചൊല്ലതായിട്ട് കിടന്നോ എപ്പർക്ക് സ്കൂൾ തുടങ്ങുക നിങ്ങൾക്ക് താങ്ങുകയില്ലാണ്ട്, നിങ്ങൾക്ക് സതിക്കുകയില്ല ഈ മക്കളെ പാറച്ചാണ്ട്. അങ്ങനെ ഈ സ്വന്തം പെറ്റു വളർത്തിയ മക്കളെ ഈ ഒരു രൂപത്തിൽ ഒരു ഉമ്മ ചൊല്ലുണ്ടായെങ്കിൽ ഇങ്ങനത്തെ 20-30 മക്കൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ആ ഉസ്താദ് ആ മക്കളെ ആ ഒരു ഗಂಟರುಗೆ എന്തെല്ലാം പഠിപ്പാട്ടണോ, അങ്ങ് ഡിസിപ്ലിൻ പഠിപ്പാട്ടണ്ടേ, മര്യാദ പഠിപ്പാട്ടണ്ടേ, ഖുർആൻ പഠിപ്പാട്ടണ്ടേ, അങ്ങ് ഇതരെ അഖ്ലാഖ് പഠിപ്പാട്ടണ്ടേ, തജ്വീദ് പഠിപ്പാട്ടണ്ടേ, ഫിഖ് പഠിപ്പാട്ടണ്ടേ. ഇതെല്ലാം ഒരേ ടൈമിൽ ആവണമെങ്കിൽ മക്ക എല്ലാ രൂപത്തിൽ സഹകരിക്കണ്ടേ. മക്ക ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് സഹകരണം ഇല്ലാണ്ട് വരും. ചിലപ്പോൾ പാടെടുക്കുമ്പോൾ ചിരിക്കര കളിക്കര അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നല്ല ഇഖ്ലാസിൽ പഠിപ്പാട്ടി കൊണ്ടുള്ള ഒരു ഉസ്താദ് അർസ പറഞ്ഞല്ലേ വരുമ്പോൾ അവിടെ അടിവെക്കർ എന്ത് ഇനി ഇങ്ങനത്തെ കുരുത്തക്കേടം കാട്ടണ്ടാന്ന് ചൊന്നിട്ടല്ലേ അങ്ങനെ കാട്ടും. അങ്ങനെ അടിച്ചിട്ട് മക്ക പറഞ്ഞിട്ട് ചൊല്ലുമ്പോൾ എന്ത് ഞാൻ ഉസ്താദിട്ട് മുണ്ടേ ഞാൻ ഈ വീഡിയോയിൽ ആ മനസ്സിൽ ചൊല്ലുമ്പോൾ പലക്കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയില്ല, ഞാൻ ജയിലിൽ അങ്ങനെ ഗമ്മത്തൊന്ന് ചെമ്മക്കാലം പറഞ്ഞ സുഹൃത്തെ ആർത്ത ഈ കാട്ടിയുണ്ടല്ലേ. ഇപ്പോൾ അടിക്കോ വേണ്ടിട്ട് ഉയർത്തിയ ഈ കൈ ഉണ്ടല്ലേ, നാളെ ഈ ടൈമിൽ ഉയർത്തുക വേണ്ടിട്ട് ലോക്കായിട്ട് ബൂലല്ലെങ്കിൽ എന്ത് ഗ്യാരണ്ടി? തെല്ല് നടക്കുമ്പോൾ ജാരിത്ത് ബൂന്തു കൈര് മുള്ളേ കട്ടായി പോയിത്ത് ബാൻഡേജ് ഇട്ടിട്ട് സൈഡിൽ ദക്കല എന്ത് ഗ്യാരണ്ടി? ആറുക നീ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഇൽമ പഠിപ്പാട്ട ഉസ്താദുക മഹാന്മാർ ചൊല്ലാറ്, ഉസ്താദുമാർക്ക് എതിരെ ഓങ്ങിയ കൈ
ആ കൈക്ക് നാശപ്പിടിക്കോകൂ. ഇനി വേറെ എന്തിടത്തെയും അകത്തേയില്ല. ഞാൻ ചൊന്നുകൊണ്ടില്ലേ ഉസ്താദ് നീട്ടി അടിച്ച ഞങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ 2 അടിയായിട്ടിക്കോണ് അടിച്ചത്. ഞാൻ ചൊല്ലേ ഇനി അയാൾക്ക് നാശത്തുക്ക് ഇനി വേറൊന്നരെയും അകത്തേയില്ല. ഇനി അയാൾ നിരിക്കട്ടെ, അയാളെ മോൺ നല്ല ഒരു മോണായിട്ട് അതബുള്ള മോണായിട്ട് ബണ്ടാണ്ട് അയാൾക്ക് നിരിക്കുക സാധ്യം ഉണ്ടാ? മക്ക വന്നിട്ട് ദൂരെ ചൊല്ലുമ്പോൾ ഉസ്താദൊക്കെ അടിച്ചു ചൊല്ലുമ്പോൾ ഉസ്താദ് അടിച്ചിട്ടാ അങ്ങനെ അടിക്കൊണ്ട് ചൊന്നിട്ടു ഞങ്ങളുടെ ചൊല്ലണം. എന്ത് അടിച്ചേണ്ട ഞങ്ങൾ അറിയണം. അറിഞ്ഞിട്ട് വെറുതെ ഒരു പിരാന്ത് പിടിച്ചിട്ട് ഒരു ഉസ്താദ് അടിക്കലല്ല. അങ്ങനത്തെ ഒരു പിരാന്തുള്ള ഉസ്താദിനെ ഞങ്ങളെ മഹല്ലത്തിൽ ഞങ്ങൾ വെക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പിരാന്ത് അടിക്കുക ഒരു ജോലിക്ക് ചൊന്നിട്ട് ആരും അടിക്കലല്ലേ. അങ്ങനത്തെ എന്തെങ്കിലും അടിച്ച് തിന്നെങ്കിൽ അത് നീ എന്തെങ്കിലും ഒരു തപ്പാക്കി ടിക്കുക ചൊന്നിട്ടു ഞങ്ങൾ ചൊന്നു കൊടുക്കണോ? പിന്നെ ഞങ്ങൾ ഒരു 2 അടി അടിക്കണം. അപ്പ ഉസ്താദ് ദൂരം നീ എന്തൊക്കെ വന്ന് ചെന്നിട്ട് കേട്ടിട്ട് അങ്ങനെങ്കിൽ ഈ മക്കളെ നല്ല മക്കളായിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള ഫ്യൂച്ചറിൽ കാണുക സാധ്യമുണ്ടോ? ഇല്ലേ? നീ നിന്റെ മക്കൾ കൊടുക്കുന്ന സന്ദേശം എന്താ ചെന്നെങ്കിൽ ഉസ്താദ് അടിച്ചാൽ ഉസ്താദ് എതിരെയും പലക്ക പറയുക കൂടെ ഓപ്ഷൻ ഉണ്ട് ചൊന്നിട്ടു നല്ല ഒരു സ്വഭാവം നീ കാട്ടി കൊടുക്കുന്ന പോലെ നിന്റെ അർത്ഥത്തിൽ നല്ല സ്വഭാവം. പിരിസത്തെ മോമിനിങ്ങളെ ഇങ്ങനെ ഇത് ഇത് ഇയാളെ വിഷയം മാത്രമല്ല, ആറല്ല മക്ക ഉസ്താദ് അടിച്ചിരിച്ചൊന്ന് കേക്കോ ബണ്ടനക്കത്തെ ലജ്ജ കെട്ടുപോയ മര്യാദയില്ലാത്ത ഒരു നാശ പിടിച്ചു പോയ സുമാർ ബാപ്പമാരുള്ളാറ് അങ്ങോട്ടൊന്ന് കേക്കോനെ വേനായിട്ട് ചൊന്നോണ്ടുള്ളേ. നിങ്ങൾ ആ നാത്ത ബുദ്ധി ബുട്ടാറാ നിങ്ങൾക്ക് നല്ല നിങ്ങളെ മക്ക നിങ്ങൾക്ക് നല്ല മക്കായിട്ട് കിട്ടുന്നത്. അതേ ടൈമിലോ ഉസ്താദ് അടിച്ചിച്ചൊന്ന് ഈ മക്കളും കൈപിടിച്ച് ഉസ്താദ് കേക്കോ ബണ്ടനക്കത്തെ നാശബുദ്ധി നിങ്ങൾ ഇനിയും കണ്ടിന്യൂ ആക്കിയിട്ട് കണ്ടെങ്കിൽ ഈ മക്ക നിങ്ങൾക്ക് ഉപകാരത്തിൽ കിട്ടല മാത്രമല്ല ഈ ചെറുക്കക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം വന്നിട്ടുണ്ട. ഓ മോനെ നിന്റെ മോനുകും ഉസ്താദ് അടിച്ചെങ്കിൽ നീക്കും ഇങ്ങനെ പോയിട്ട് കേൾക്കുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ചെന്നിട്ടുള്ള ഒരു നാത്ത സ്വഭാവത്തേക്ക് നീ നല്ല പോലെ പ്രാക്ടിക്കലായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാനിക്കത്തെ ഒരവസ്ഥയായിട്ട് ഇവിടെ ആവരുത്. അപ്പോൾ വിരസത്തെ മോമിനിങ്ങളെ അപ്പോൾ ഞാൻ ചൊന്നു വന്നത് അയാൾ ഇന്നലെ വിഷയം എടുത്താൽ ജയിലിലുണ്ട്. എന്ത് ജയിൽ വേണമെങ്കിൽ ജയിൽ ഇണ്ട് പോകും, നാളെ റിലീസായി പറയുന്നത് വേറെ വിഷയ മാത്രം. അയാൾ നശിഞ്ഞു പോകൂ, ഇതിനെ കാണാൻ ഇനിയൊന്നും വേറെ വേണ്ട. ആ കൈയില്ല അടിച്ച കൈ അതിനി ബറക്കത്ത് അവരെ കയ്യേ അല്ല. അല്ല ഉസ്താദ് നിങ്ങൾ എന്ത് സാപ്പ വെക്കണം? സാപ്പല്ല ഇത്, അത് പ്രകൃതിയുടെ നിയമങ്ങനെ. അള്ളാഹു ഒരു 100 ഇൽമു പഠിക്കോ വേണമായിട്ട് നിങ്ങളെ മക്കളെ കടത്തുമ്പോൾ ആ 100 ഇൽമു പഠിപ്പാട്ടോ വേണമായിട്ട് ഉസ്താദുമാർ ഫാമിലിയെല്ലാം വിട്ടിട്ടു ആ വാർത്ത കൊറുക്കങ്ങ പോണ്ടോ? ആ ഒരു കഷ്ടം അങ്ങനെല്ലാം സഹിച്ചിട്ടെല്ലാം നിണ്ടെത്ത് ഇങ്ങനെ ഇൽമു പഠിപ്പാട്ടും ആ ഉസ്താദിനെതിരെ പലക്ക പറഞ്ഞെങ്കിൽ നിങ്ങളെ നാവെന്ത് നാവും? ആ ഉസ്താദ് ഓങ്ങിയ കയ്യില്ലേ സുബ്ഹാനല്ലാഹ് ഈ ലോകത്ത് ഏറ്റവും വലിയ നാശപിടിച്ച കൈ അതായിട്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിയെ നിങ്ങൾ ഓതണം, ഇഖ്റ ഓതണം. നബി തങ്ങൾ ചൊല്ലു നക്ക് ഓതുക ആയോണ്ടില്ല മാ നബി ആലിമിൻ ലാ അതിരി നക്ക് ഗൊന്തില്ല നക്ക് ഇത് ഓതുക തരില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെയും ചൊന്തു 2 ഭാഗവും നബി തങ്ങളെ പിടിച്ചിട്ട് ഇങ്ങനത്തെ നൊമ്പലാക്കിയത് എന്തേ പഠിക്കോ വേണമായിട്ട് ഗൊന്തില്ലാണ്ടാകുമ്പോൾ ഒന്ന് അവയർനെസ് ഇട്ട് കൊടുക്കോ വേണമായിട്ട് 2 ഭാഗവും പിടിച്ചിട്ട് നൊമ്പലാക്കിത്ത്. എന്ത് അള്ളാഹു താല എന്ത് ജിബ്രീൽ നീ നബി തങ്ങളെ നൊമ്പലാക്കിയോ ചേട്ടാ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടിക്ക് നൊമ്പലാക്കിற പോട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മജ്നൂൻ എന്ന് ചൊന്ന ആറ് വലീദ് ഇബ്നു മുഗീറാൻ ചൊല്ലിട്ട് ധിക്കാരി. ആ ടൈമില് മജ്നൂൻ ചൊന്ത വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ರಿಟರ್ನ್ ಅವನ್ಗೆ ಅಂತ ಮಜ್ನೂನ್ ಚಂತ ನೀ ಮಜ್ನೂನ್ ಚಂತ ಚಂತಲ್ಲ ನಬಿ ತಂಗಳ ಸ್ವಭಾವ ಅದು ಮುಂಡ ತೆಚ್ಚಿತ್ತು ದೆಚ್ಚಪ್ಪ അവിടെ റിയാക്ട് ആക്കിയതാറ് നബി തങ്ങളല്ല. നബി തങ്ങൾ മുണ്ട തെച്ചിത്ത് മജ്നൂൻ വിളിക്കുമ്പോൾ. പക്ഷേ റിയാക്ട് ആക്കുന്നത് അള്ളാഹു ആയിട്ടിക്കട് നബിയെ മാ അന്ത ബി നിഅ്മത്തി റബ്ബിക ബി മജ്നൂൻ. അള്ളാഹുരെ തങ്ങളെ റബ്ബുരെ നിഅ്മത്ത് എത്ര കാലം നിങ്ങളുടെ മേലുണ്ടാ അത്ര കാലം നിങ്ങളെ മജ്നൂൻ ചൊല്ലുക സാധ്യമില്ല നബിയെ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നിങ്ങൾ ഭയങ്കര പവർഫുൾ നല്ല സ്വഭാവത്തിന് ഉടമയായിട്ടിക്കട് തങ്ങളെ. നിങ്ങളെ ചൊന്നാളില്ലേ അവനായിട്ടിക്കട് ഇങ്ങനെ ചൊന്നിട്ട് അവൻ്റെ 10 ദുർഗുണങ്ങൾ അവൻ്റെ 10 നാത്ത സ്വഭാവങ്ങളെ സൂറത്തുൽ ഖലമിൽ അല്ലാഹു തആല നിങ്ങളുടെ പഠിപ്പാട്ടി തന്നോണ്ടുണ്ടോ? അവನು പിന്നെ ജിനലുണ്ടായവനായിട്ടിക്കടാണ്. അവನು വലിയ പയറുടെ ഉടമയായിട്ടിക്കട. അങ്ങനെ അവൻ്റെ കുടുംബ അറ്റുപോയവനായിട്ടിക്കട. നാശപിടിച്ച ആളിങ്ങനെ അല്ലാഹു തആല 10 ദുർഗുണങ്ങളെ സൂറത്തുൽ ഖലമിൽ എണ്ണിയോണ്ടുണ്ട്. എന്തൊക്കെ നബി തങ്ങൾ അല്ലാഹു തആല എണ്ണി ചൊന്നെങ്കിൽ നന്റെ മുത്ത് നബിരെ നീ ചൊന്നിട്ട് നൊമ്പലാക്കറമാ അത് നന്റെ കൂടെ സദിക്കോ സാധ്യമില്ല ചൊന്ന അള്ളാഹുവിടെ റിയാക്ട് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൊമ്പലാക്കി ജിബ്രീൽക്കെതിരെ അല്ലാഹു തആല എന്തെങ്കിലും ആക്ഷൻ എടുക്കണ്ടേ?
ഇല്ല. പഠിക്കുമ്പോൾ ഇങ്ങനെ നമ്പലാക്കിയ ഒരു വിഷയ, ഇതൊരു നാച്ചുറലായ വിഷയം ചെന്നിട്ട് പഠിപ്പാട്ടതായിട്ട് ഈ ചരിത്ര പരിസരത്ത് മൊമീനിങ്ങളെ. അപ്പൊ പഠിക്കോ വേണമായിട്ട് ഉസ്താദുമാർ മക്കളെ അടിക്കരുത്, അത് വലിയ തപ്പായിട്ടല്ല. ഇനി ഒരു അടിയും അടിച്ചോണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കേൾക്കൊരു ഉസ്താദ്, ഉസ്താദ് എന്തേ നിങ്ങൾ എൻ്റെ മോൻ ഒരു അടി പോലും അടിച്ചോണ്ടില്ല, നിങ്ങൾ എന്താ കാര്യത്തിൽ ശ്രദ്ധിച്ചോണ്ടില്ലേ, അങ്ങനെ വേണേ നിങ്ങൾ കേൾക്കൂ. അപ്പൊ യു ആർ ഗുഡ് ഫാദർ, നല്ലൊരു ബാപ്പാണ്ടായിട്ട് നിങ്ങൾ ചൊന്നോണ്ടുള്ളൂ. നിങ്ങളെ വിഷയത്തിൽ നമുക്ക് ചൊല്ലകുള്ളത് അടിച്ചതിന് പകൽ നിങ്ങൾ കേൾക്കണം. അടിച്ചേ ചൊത്തതിനോട് ജീമെന്ന് പോകുന്നില്ല. അതിനെ കാണാൻ അപ്പുറത്തട്ടി നിങ്ങൾ ഔത്തേ അടിച്ചോണ്ടിക്ക് വരുന്ന ആൾക്ക് എപ്പെങ്കൂർക്ക് ഉസ്താദ് ഇങ്ങനെ അടിക്കണം ചൊല്ലുമ്പോൾ നന്റെ മോൻ്റെ വിഷയത്തിൽ ഉസ്താദ് ശ്രദ്ധിച്ചോണ്ടുണ്ടു, നല്ലൊരു ഉസ്താദ് ചൊന്നിട്ട് നിങ്ങൾ ആ ഉസ്താദ് പകലൊന്ന് തീരുമാനത്തിൽ വരണോ. അല്ലാണ്ട് ഉസ്താദിനെതിരെ പലക്ക് പറയാൻ എനിക്കത്ര അവസ്ഥ നിങ്ങൾ ടിക്കോ തീറ പിരിസത്തെ മോമിനിങ്ങളെ. അപ്പൊ ഞാൻ ചൊന്നുമെന്ന് ഇത്രയും ഒരു നാശ പിടിച്ചു പോയ എനിക്കത്തെ ആ അടിച്ചാല വിഷയത്തിൽ ചൊല്ലുക നക്ക് ചൊല്ലുകൊണ്ടൊരു പേടിയൊന്നില്ല. അള്ളാഹു താല ഞങ്ങൾക്ക് ഈ ചില വിഷയങ്ങൾ ചൊല്ലണ ടൈമിൽ ചൊന്നില്ലെങ്കിൽ ഞങ്ങളുടെ അള്ളാഹു താല കേൾക്കൂ. അപ്പൊ അള്ളാഹു താലക്ക് ഇനി ഇത്തരമുള്ള വിഷയങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ഈ ക്ലാസ്സിലെല്ലാം ഇങ്ങനെ പലക്ക് പറയുമ്പോൾ ഇതര വിഷയത്തിൽ എന്റെ ഒരു അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കാത്ത ചെന്നിട്ട് നണ്ടിട്ട് കേൾക്കുമല്ലേ. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം ഞാൻ നിർവഹണാക്കിക്കൊണ്ടുള്ളതായിട്ട് ഇക്കട്ട് പിരിസത്തെ മോമിനിങ്ങളെ. നാശ പിടിച്ചു പോയ ആൾമാർക്ക് ആരും സപ്പോർട്ടാക്കുക തീരും, ആരും സപ്പോർട്ടാക്കുക. അവന്റെ സമുദായത്തിൽ ഒറ്റപ്പെടുത്തുന്നു. എല്ലാവരും അവനാ ചൊന്നിങ്ങനെ വിട്ടു പോണു. അവന്റെ ആ അവസ്ഥ എല്ലാ ആൾമാരും കണ്ടിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ളമാ ചൊന്നിട്ടു ഒരു പേടി വന്നിട്ട് ഒന്ന് നല്ലവരും എനിക്കത്ര അവസ്ഥ പറഞ്ഞു. നല്ലവണം അത് ഞങ്ങൾ കൊതിക്കണം. എന്നതാണ് വലിയ ഖേദകര ഘട്ടന എന്തൊരു ചെന്നെങ്കിൽ ഒരു ഉമ്മ ആ വീഡിയോയിൽ പലക്ക് പറഞ്ഞുകൊണ്ടുണ്ട്. എങ്ങനെ ഒരു ഉസ്താദുമാരെ റൂമുക്ക് ഒരു പെണ്ണിങ്ങ പണ്ടോ, ഏത് ധൈര്യത്തിൽ പണ്ടോ. ഉമ്മമാർക്ക് മര്യാദ ചെന്നിട്ട് എന്തും ഇല്ലേ, എവിടെ എത്തിപ്പോയി തീ ഒരു കാല. ആ ബണ്ടതെങ്ങനെ മുഖ തുറന്ന് തൈറ്റിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതല്ലേ ഒരു ഔത്ര പറത്തിരിയുമ്പോൾ ഒരു പെണ്ണ് മുഖ ബന്ധാക്കൊണ്ടുള്ളത്. ആ പെണ്ണിങ്ങാക്കിയ വലിയ ഘോരമായ തപ്പു സ്വന്തം ശരീരത്തിൽ വീഡിയോയിലെ കാട്ടിക്കൊണ്ടുണ്ട്. നാനി വന്നിട്ട് ഇങ്ങനെ ചെന്നിട്ട് ഒരു തപ്പു. ഉസ്താദുമാർ റൂമ് പറ്റിയ രണ്ട് തപ്പു. മൂന്നാമത്തേത് ഉസ്താദുമാർ നാസ്റ്റാക്കുന്ന ടൈമിലായിട്ട് ഇവിടെ വന്നത്. നാസ്റ്റാക്കിയിട്ട് പാവ ഉസ്താദ് എണിച്ചിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ടൈമിലായിട്ട് ഒരു നാസ്റ്റാക്കിയ ആൾ ബായിൽ ഫുഡിനെങ്കിൽ സലാം പോലും അയാൾക്ക് ചൊല്ലുക തീരാണ്ടല്ലേ. എന്നാരും സലാം ചൊന്നെങ്കിൽ അയാൾ മടക്കണോണ്ടും ഇല്ല. അത് അകത്ത് ബായിലുള്ള കാലയായിട്ടായി പിന്നായിട്ട് മടക്കണായത്. അപ്പൊ അത്രയും എത്ര തോൽച്ചെന്നെങ്കിൽ ഇപ്പൊ എനിക്ക് നല്ല പൈച്ചോണ്ടുണ്ട്. ഞാനിപ്പോൾ അസർ ലുഹർ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എന്താക്കണം, നാണ് ഫസ്റ്റ് ഫുഡ് തിന്നിട്ട് പിന്നെ പോണു. വയർക്ക് ഫുഡ് അത്രയും മഹത്വം ഉണ്ട്. നിസ്കാര കലാവുരായിട്ടായിട്ട് നിങ്ങൾ വേഗം നിസ്കരിക്കണോ, കലാവില്ലാണ്ടായിട്ട് നിങ്ങൾ അവിടെ ഫുഡ് തിന്നിട്ടായിട്ട് നിസ്കരിക്കരുതായിട്ട് അഫ്ളല് പരിസരത്തെ മോമിനിങ്ങളെ. അപ്പൊ ഞാൻ ആക്കി ചൊന്നു പറഞ്ഞത് ഇങ്ങനത്തെ വിഷയത്തിൽ ഇത്തരത്തിലുള്ള നീച്ച കൃത്യം ഇനി ആവാത്ത പോലെ നിങ്ങൾ ജാഗ്രത ആക്കൂ. ഉസ്താദുമാർ അടിച്ചടിച്ചൊന്നിട്ട് കേക്കിற പണിക്ക് നാശപ്പിടിച്ച ദൗർഭാഗ്യവന്മാരിൽ ഞങ്ങൾ ആരും പെട്ടുപോകും തീരാ ചൊന്നിട്ടു. ഈ ഒരു ടൈമിൽ ഞാൻ ചൊന്നോട്ടുള്ളൂ. ഇനി എന്തിനാക്കണോ, ഒന്നാമത്തേത് ഞാൻ ചൊന്നത് എല്ലാ സമുദായവും എല്ലാവരും ഇതിരെ ഞങ്ങൾ എതിർക്കണം, ഇതിരെ ഞങ്ങൾ ഖണ്ഡനാക്കണം. ഇത് ഒരു നാശപ്പിടിച്ച് പോയോന്ന് ചൊന്നിട്ട് അവിടെ ഞങ്ങൾ ചൊല്ലണം. അത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇത്തരത്തിലുള്ള ഘട്ടം നടന്ന ആ ഒരു ജമാഅത്തിലെ കമ്മിറ്റിമാർ ഒരു നട്ടല്ലുള്ളങ്ങായിട്ടിരുന്നെങ്കിൽ, ഒരു ആണിയായിട്ടിരുന്നെങ്കിൽ, ആണ് മോണ്ടായിട്ടിരുന്നെങ്കിൽ, ആ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി കണ്ട ചൊന്നുകൊണ്ടല്ലേ, നിങ്ങൾ ഒരു മനുഷ്യായിട്ടിരുന്നെങ്കിൽ, മനുഷ്യത്വത്തെ എന്തെങ്കിലും ഒരു നിറമ്പ് നിങ്ങളെ തടിയിൽ ഉണ്ടുണ്ടായിത്തിരുന്നെങ്കിൽ, നിങ്ങൾ ഒന്നൊരത് ചോറുണ്ടായിത്തിരുന്നെങ്കിൽ, ഒന്നാമതായിട്ട് നിങ്ങൾ ആക്കണായത് ആക്കിട്ടിക്കുവാറുകൊന്നില്ല, ആക്കിയിട്ടില്ലെങ്കിൽ ആക്കണായത് അയാളെ ജമാഅത്തിനെ നിങ്ങൾ ഡിസ്മിസ് ആക്കണം. മോസ്റ്റ്ലി ഇത് ഞാൻ അർത്ഥാക്കിற അത് 7th ബ്ലോക്ക് ജമാഅത്ത് ബൂൾഡുണ്ടായിട്ട് ഞാൻ അർത്ഥാക്കിക്കൊണ്ടില്ല. ആ അക ഉള്ള പ്രദേശം നോക്കുമ്പോൾ 7th ബ്ലോക്ക് ജമാഅത്തിറങ്ങ ബദരിയ പള്ളിയുടെ ജമാഅത്തിറങ്ങ ഇമ്മീഡിയറ്റ്ലി അവൻ്റെ ഡിസ്മിസ് ആക്കണം. ജമാഅത്തുക്ക് അവനക്ക് ഏത് ജമാഅത്തിൽ നിൽക്കും അർഹതയില്ല. ഇൽമ പഠിപ്പാട്ട് ഒരു ഉസ്താദ് അടിച്ചണക്കത്തെ ആ നാശപ്പിടിച്ച കൈയുള്ള ആ തടി ഇക്കോ ഏത് ജമാഅത്തിലും അവനക്ക് അലവിടാക്കി ഏതെങ്കിലും ഒരു നാശപ്പിടിച്ച ഒരു ജാഗ്യവും പോയിട്ട് പോട്ടു. ഇതിൽ ഞങ്ങൾ എന്താവത്തീറ ഒരു അവസ്ഥ പറത്തീറ. അല്ല ഉസ്താദ് നിങ്ങൾ ഇത്രയുള്ള ഇങ്ങനെയുള്ള പഴക്ക പറയണോണ്ടുണ്ടാ, പഴക്ക പറയൂ ഇതര കാണാപ്പറ പഴക്ക പറയണോണ്ടുണ്ട്. ആ മനുഷ്യനെ എൻ്റെ എതിർ കിട്ടിയ ഇതര കാണാപ്പറന്നൊക്കെ അവൻ്റെ ചൊല്ലണോണ്ടുണ്ട്. കാരണം എന്നൊക്കെ നെനപ്പായോണ്ടുള്ളത് അബൂലഹബ് പോലത്തെ ആളായിട്ടിരിക്കുന്നത്. അബൂലഹബിന്റെ രണ്ട് കൈയും നാശത്തിലുണ്ട്. ഖുർആൻ ചൊന്നില്ലേ, തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ രണ്ട് കൈയും നാശത്തിലായി പോയിട്ട് ഒന്നായിട്ടല്ലേ. അതിൻ്റെ അള്ളാഹു ആദരിച്ച ഒന്നുകെതിരെ കൈ ചൂണ്ടിയപ്പ ആൾമാരെല്ലാരെ കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അള്ളാഹു പരമസത്യാണ്ടുള്ള ആ ഒരു കലിമത്ത് ചൊന്നപ്പ അബൂലഹബ് കേട്ടത് അലിഹാദ ജമാഅത്തയ മുഹമ്മദ്, അലിഹാദ ജമാഅത്തനായ മുഹമ്മദ്, ഇതുക്ക് വേണായിട്ടാ ഞങ്ങളെ നീ ഇവിടെ വിളിച്ചിട്ട് ഇവിടെ കൂട്ടിയത് എതുക്ക് വേണായിട്ടാ
ചൊന്നിട്ടു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇൻസൾട്ട് ആക്കിയത് ഒരു പലക്കല്ല ചൊന്നപ്പോൾ തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബ് രണ്ട് കൈയും നാശത്തിലുണ്ട്. പിരിസത്തെ മൂമിനിങ്ങളെ, ഇനി ഇയാളെ ജീവനം നോക്കണം. നെക്സ്റ്റ് എന്തിനാവോ പോകേണ്ടിട്ടുള്ളത്? അയാൾ മനസ്സറിഞ്ഞിട്ട് അള്ളാഹുട്ട തൗബ ചെയ്ത് മടങ്ങിയിട്ട് ഈ ഉസ്താദ് ഇട്ട കാല് പിടിച്ചിട്ട് മാപ്പ് കേട്ടിട്ട് നല്ല ആവുരായിട്ട് കണ്ടെങ്കിൽ അയാൾ സലാമത്താവും. അല്ലേ അങ്ങനത്തെ ആളായിട്ടിക്കാലെ അങ്ങനെ അങ്ങനെ നല്ല ആവുകില്ല മനസ്സിൽ അങ്ങനത്തെ ഒരു മനസ്സിൽ ഉടമായിട്ട് ഈ ഒരു അവസ്ഥക്ക് അയാൾ എത്തുപാട്ടെല്ലാം എന്തായാലും ഒന്നായിട്ടല്ലേ അങ്ങനെ നല്ല ആവുരെങ്കിൽ അയാൾ വിഷയത്തിൽ എന്ത് ചൊല്ലുകില്ല. ഇല്ലേ ഇയാളെ നാശം എന്തിനായിട്ട് എല്ലാവരും നോക്കറും. ഇമ്മീഡിയറ്റ്ലി ഇപ്പം അയാളെ ഡിസ്മിസ് ആക്കണം. ജമാഅത്തിന് ഇനി ഒന്തിക്ക കിന്തിക്ക് എന്തായിട്ട് എടുക്കോ തീറ അയാൾ ഉത്തര ചോറും ഉസ്താദ്മാർക്ക് ബറകു തീറ ഇണ്ട് കൈ ഓങ്ങി ഇയാൾ നാളെ ചോറുക്ക് വേറെ ഒന്ന് ഇട്ട് കടത്താലുണ്ട് എന്ത് ഗ്യാരണ്ടി? അതുകൊണ്ട് അയാൾ കടത്തി എന്തു വേണം അങ്ങനത്തെ നാശം പിടിച്ച ആൾമാരെ എല്ലാവരും സമുദായം ദൂരാക്കണം. ഈ വിഷയത്തിൽ എല്ലാവരും ഒട്ടികായിട്ട് നിൽക്കണം. പിന്നൊന്ന് വിഷയം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അപ്പോൾ ഇത്തരത്തിൽ ജമാഅത്ത് കമ്മിറ്റി ഒന്നാമത്തെ വിഷയത്തിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം. അതിന് ഉസ്താദുമാർ മിത്തി മീറിട്ടുള്ള അടിയായിട്ട് ഞങ്ങൾ അടിക്കോ തീരാത്ത രൂപത്തിലുള്ള അടി അടിച്ചിന് ബന്ധപ്പെട്ട കമ്മിറ്റിമാർ ഉസ്താദുമാരെ മുട്ട പോയിട്ട് ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ അടിച്ചിരുന്നെങ്കിൽ വിത്ത് പ്രൂഫ് നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ അടിക്കോ തീരാ അത് അങ്ങനല്ല ഇങ്ങനല്ല ഉസ്താദുമാർട്ട് നിങ്ങൾ പോയിട്ട് പൽക്ക പറയാവില്ലേ എനിക്ക് അവകാശമുണ്ടോ കമ്മിറ്റിമാരുണ്ടായിട്ടിരുന്നെങ്കിൽ ഉസ്താദ് അത് അങ്ങനെ ചെന്നിട്ട് അത് ക്ലിയർ ആക്കേ ಹೊರತು ನಾನೇ വലിയ പോലീസ് സ്റ്റേഷനിൽ നിന്നോണു നാ ജയിലിൽ നിന്നോണ്ട് ഗമ്മത്തല്ല അത് ഒരിക്കലും ശരിയല്ലാന്ന് ചൊന്നായിട്ട് ഇക്കട് നമുക്ക് ഈ ഒരു ടൈമിൽ ചൊല്ലുള്ളത്. അള്ളാഹു ഞങ്ങൾ ഈ ഉമ്മത്തിക്ക് ചിന്തിക്കുള്ള ശക്തി തരട്ട് ഇത്തരത്തിലുള്ള വിഷയത്തിലുള്ള സുധാരണ അള്ളാഹു താല തന്ന് അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.